അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒരു വിഷയമായി ഇപ്പോൾ വന്നത് വെച്ചാൽ നമ്മുടെ ഖത്തറിന്റെ ഇപ്പോൾ അടുത്ത് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഫാദർ അമീറിന്റെ വിയോഗത്തെക്കുറിച്ച് ചെറിയ രണ്ട് വാക്കുകൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് അന്നം തരുന്ന നാടിനെ പറ്റി എന്ന് ചെറിയ രണ്ട് വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ അത് ഞങ്ങൾ ഈ രാജ്യത്തോട് കാണിക്കുന്ന നന്ദികേടായിരിക്കും. കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ പോറ്റമ്മയായ ഈ നാട്, നമ്മളെ പെറ്റമ്മയായ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഞാൻ അംഗീകരിക്കുന്നത് കൂടെ തന്നെ നമ്മളെ പോറ്റമ്മയായ ഈ നാട്, നമ്മളെ ഖത്തർ, നമ്മളെ അഭിമാനം, ഏതൊരു മലയാളിയായ പ്രവാസികൾക്കും അഭിമാനം. കേരളം ഇന്ന് കാണുന്ന ഈ നില കൈവരിച്ച ആ ഖത്തർ എന്ന പ്രവാസികൾ ഖത്തറിൽ മാത്രമല്ല ഗൾഫ് കൺട്രിയിലെ മുഴുവൻ പ്രവാസികളും അവരുടെ ഏറ്റവും വലിയ അധ്വാനത്തിന്റെ ഫലമായി ഇന്ന് കേരളം ഇത്രയും നല്ല കുതിച്ചുയരുന്നത്. സിംഗപ്പൂർ പോലെ കേരളം ആയിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റൊറ്റേ കാരണമുള്ളത് പ്രവാസികളാണ്. അത് ഞാൻ തീർച്ചയായും ആദ്യം എതിർത്താലും ആദ്യം എന്ത് പറഞ്ഞാലും എനിക്കതിൽ യാതൊരു തർക്കവുമില്ല. പ്രവാസികളുടെ ഒറ്റ അധ്വാനം, കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് കേരളം ഈ നിലയിലെത്തിയത്. അതിനെപ്പറ്റി രണ്ട് വാക്ക് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ എന്ത് നന്ദി കെട്ടവരായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെറിയ ഖത്തറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. വിഷയത്തിലേക്ക് വരാം. ഒരു രാജ്യം വിതുമ്പുകയാണ്. തങ്ങളെ ആഗോള ഭൂപടത്തിൽ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്തിയ ആ മനുഷ്യനെ ഇവിടെ പറഞ്ഞു. ഖത്തർ പ്രവാസി ലോകവും സ്വദേശികളും വിദേശികളും ഒരുപോലെ കണ്ണീരണിഞ്ഞു നിൽക്കുന്നു. ആധുനിക ഖത്തറിന്റെ ശില്പി ഫാദർ അമീർ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനി. ഇനി ഓർമ്മ, കേവലം ഒരു മണലാളിൽ നിന്ന് പ്രകൃതിവാതകത്തിന്റെ കരുത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായി ഖത്തറിനെ അദ്ദേഹം എങ്ങനെ പരിവർത്തിപ്പിച്ചു? അൽ ജസീറ എന്ന മാധ്യമ വിപ്ലവത്തിന്റെ അറബ് ലോകത്തെ ശബ്ദം ലോകമെമ്പാടും മുഴുക്കെ അദ്ദേഹം എങ്ങനെ സാധിച്ചു? അധികാര കസേരകൾക്ക് ഭരണാധികാരികൾ പോയടിക്കുന്ന ഒരു ലോകത്ത് തന്റെ മകന് സ്വമേധയാ ഭരണം കൈമാറി ചരിത്രം രചിച്ച ആ വലിയ മനുഷ്യന്റെ ജീവിതവും വഴികളും നാം ചർച്ച ചെയ്യുന്നു. നാം ഇന്ന് കാണുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ആകാശഗോപുരങ്ങളും അത്യാധുനിക മെട്രോ റെയിലുകളും ലോകകപ്പ് വേദി വരെ വളരെയധികം തിളങ്ങിയ ഖത്തറിന് ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. അതിനു പിന്നിൽ ഒരു മനുഷ്യന്റെ അസാധാരണമായ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. 1995 ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനി ഖത്തറിന്റെ ഭരണം ഏറ്റെടുക്കുന്നത്. അന്ന് കേവലം ഒരു സാധാരണ ഗൾഫ് രാജ്യം മാത്രമായിരുന്ന ഖത്തറിനെ പുതിയൊരു ദിശാബോധം നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. വെറും എണ്ണ വിപണിയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഒരു രാജ്യത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ നവീകൃത പ്രകൃതിവാതകം LNG ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാക്കി മാറ്റിയതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ മാസ്റ്റർ സ്ട്രോക്ക്. സമ്പത്ത് കുമിഞ്ഞുകൂടിയപ്പോൾ അദ്ദേഹം സ്വന്തം ഖജനാവിലേക്ക് പൂഴ്ത്തി വെക്കാതെ പകരം ഖത്തറിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും അടിസ്ഥാന സൗകര്യത്തിനും വികസനത്തിനുമായി അദ്ദേഹം അത് തുറന്നു നൽകി. കേവലം പണം കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാനാകില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെയാണ് 1996 അദ്ദേഹം അൽ ജസീറ എന്ന വാർത്ത ശൃംഖലയ്ക്ക് തുടക്കമിട്ടുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളുടെ കുത്തകയെ തകർത്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നൊരു സ്വതന്ത്ര ശബ്ദം ലോകം കേട്ടു തുടങ്ങി. പല അറബ് രാജ്യങ്ങളുടെയും കാരടായി മാറുമ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ആ വലിയ പരീക്ഷണത്തിന് ഫാദർ അമീർ നൽകിയ പിന്തുണയും ധൈര്യവും ചെറുതല്ല. വികാരത്തിന്റെ ഉച്ചയിൽ നിൽക്കുമ്പോൾ ആ കസാര മറ്റൊരാൾക്ക് വിട്ടുകൊടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പരാതികാരി ആരാണ് തയ്യാറാവുക? എന്നാൽ അവിടെയും ഷെയ്ഖ് അഹമ്മദ് വ്യത്യസ്തനായി. 2013 ജൂണിൽ തന്റെ 63-ാം വയസ്സിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം സ്വമേധയാധികാരം തന്റെ മകനായ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിക്ക് കൈമാറി. ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു വലിയ പടിയിറക്കമായിരുന്നു അത്. അന്നു മുതൽ അദ്ദേഹം ഫാദർ അമീർ എന്ന ആദരവോടെ അറിയപ്പെടാൻ തുടങ്ങി. ഭരണം ഒഴിഞ്ഞെങ്കിലും അദ്ദേഹം ഖത്തറിലെ ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ വലിയ മനുഷ്യനാണ് ഇപ്പോൾ 74-ാം വയസ്സിൽ യാത്രയായിരിക്കുന്നത്. അദ്ദേഹം നട്ടുനനച്ച വികസനത്തിന്റെ വിത്തുകളാണ് ഇന്ന് ഈ ഖത്തർ അനുഭവിക്കുന്നത്. ഓരോ നേട്ടങ്ങളും ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്കും പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് മലയാളികൾക്കും ജീവിത മാർഗം നൽകിയ ആ വലിയ രാജ്യത്തിന്റെ സ്പന്ദനമായിരുന്ന ആ ഭരണാധികാരിക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ എന്തായാലും വിഷയം ദീർഘിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാനോ
ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി 3-4 മണിക്കൂർ സംസാരിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഞാനിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഫാദർ അമീറിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന് ഖബറിൽ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, ഖബർ സ്വർഗ്ഗത്തോപ്പിൽ തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിനും നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉപ്പ ഉമ്മ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കട്ടെ. എല്ലാവരുടെയും ഖബർ സ്വർഗ്ഗത്തിൽ തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. വഹാദവാനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി ഞാൻ പുതിയ വിഷയവുമായി വരും ഇൻഷാ അള്ളാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ആയി വരിക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക ഇൻഷാ അള്ളാ. നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിഷയങ്ങളുമായി ഇൻഷാ അള്ളാ ഞാൻ വരും. ബോറടിപ്പിക്കാത്ത നിങ്ങളെ തീരെ മടുപ്പിക്കാത്ത രീതിയിലുള്ള വീഡിയോ ആയിരിക്കും ഇൻഷാ അള്ളാ ഞാൻ ശ്രമിക്കാം.